നമസ്കാരം. പ്രതിപക്ഷ ഐക്യത്തിന് മങ്ങലേൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെടാനുള്ള നീക്കവുമായി ആം ആദ്മി പാർട്ടി. ഡൽഹിയിലെ കോൺഗ്രസ് നേതാവ് അജയ് മാക്കനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് AAPയുടെ ആവശ്യം. ഫെബ്രുവരിയിൽ നടക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് BJPയെ സഹായിക്കുകയാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അതിഷിയും AAPയുടെ രാജ്യസഭാ MP സഞ്ജീവ് സിംഗും ആരോപിച്ചു. തിരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടമുണ്ടാക്കാനായി വേണ്ടതെല്ലാം കോൺഗ്രസ് ചെയ്യുകയാണ്. BJPയുടെ താൽപര്യപ്രകാരം, അവരുടെ തിരക്കഥ പ്രകാരം അജയ് മാക്കൻ AAP നേതാക്കളെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എല്ലാ പരിധിയും ലംഘിച്ച് ഞങ്ങളുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ രാജ്യദ്രോഹി എന്ന് വിളിച്ചുവെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AAPയും കോൺഗ്രസും സഖ്യമായി മത്സരിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴാണ് പോര് രൂക്ഷമായിരിക്കുന്നത്. BJP 7 സീറ്റിലും ജയിച്ചതോടെ എല്ലാ പരിശ്രമവും പാഴായി. കെജ്രിവാൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണം നയിച്ചിരുന്നു. പാർലമെന്റിൽ കോൺഗ്രസിനൊപ്പമാണ് AAP നിൽക്കുന്നത്. എന്നിട്ടും ഞങ്ങളുടെ നേതാവിനെ നിങ്ങൾ ദേശവിരുദ്ധനെന്ന് വിളിക്കുന്നു. യൂത്ത് കോൺഗ്രസ് അദ്ദേഹത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്യുമോ എന്നും സിംഗ് ചോദിച്ചു. അജയ് മാക്കിനെതിരെ 24 മണിക്കൂറിനകം നടപടി സ്വീകരിക്കണം. അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളെ സമീപിച്ച് കോൺഗ്രസിനെ നീക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും സഞ്ജയ് സിംഗ് മുന്നറിയിപ്പ് നൽകി. തലസ്ഥാനത്തെ മലിനീകരണം, ക്രമസമാധാനം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി AAPയും BJPയും ലക്ഷ്യമിട്ട് ഡൽഹി കോൺഗ്രസ് കഴിഞ്ഞ ദിവസം 12-ന് ധവളപത്രം ഇറക്കിയിരുന്നു. അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിലൂടെ ഡൽഹിയിൽ അധികാരത്തിലേറിയ AAP ജൻ ലോക്പാൽ സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് അജയ് മാക്കൻ കുറ്റപ്പെടുത്തി. രാജ്യത്തെ തട്ടിപ്പിന്റെ രാജാവാണ് കെജ്രിവാൾ. അതുകൊണ്ടാണ് കെജ്രിവാൾ സർക്കാരിനും കേന്ദ്രത്തിലെ BJP സർക്കാരിനുമെതിരെ ധവളപത്രവുമായി മുന്നോട്ട് വന്നതെന്നും മാക്കൻ വ്യക്തമാക്കി. നിലവിലില്ലാത്ത ക്ഷേമ പദ്ധതികൾ വാഗ്ദാനം ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും കബളിപ്പിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ച് അരവിന്ദ് കെജ്രിവാളിനെതിരെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയതിനെ തുടർന്ന് ആം ആദ്മി പാർട്ടിയിൽ അമർഷം രൂപപ്പെട്ടിരുന്നു. പാർട്ടിയെ ലക്ഷ്യമിട്ട് അജയ് മാക്കനും മറ്റ് ഡൽഹി കോൺഗ്രസ് നേതാക്കളും നടത്തിയ പരാമർശങ്ങളിൽ AAP തങ്ങളുടെ പ്രതിഷേധം കോൺഗ്രസിനെ അറിയിച്ചിരുന്നു. ഡൽഹിയിലെ 2 വകുപ്പുകൾ പൊതു അറിയിപ്പുകൾ പുറത്തിറക്കിയതിനെ തുടർന്ന് നിർദ്ദിഷ്ട മഹിളാ സമാൻ യോജനയും സഞ്ജീവനി യോജനയും സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടില്ലെന്നും അവ നിലവിലില്ലെന്നും പറഞ്ഞാണ് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയത്. വോട്ടർമാരുടെ വിശ്വാസം നേടുന്നതിന് AAP വ്യാജ വാഗ്ദാനങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് പരാതിയിൽ ആരോപിച്ചു.